അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു മുജാഹിദ് മൗലവിന്റെ പ്രസംഗം കേട്ടോളി. മൗലവി പറഞ്ഞിട്ട് നമുക്കാണ് തുടങ്ങാം. അപ്പോ അലവി സക്കാബിന്റെ ചോദ്യം എന്താ ചോദ്യം എന്നറിയോ? ചോദ്യം അതാണ്, ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത്, മാതൃഭൂമി, മലയാള മനോരമ, മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത്? അപ്പോ വിവരല്ലേലോ. അതുകൊണ്ട് മൂപ്പര മറുപടി എന്തറിയോ? ഖുർആൻ വായിക്കലാണ് നല്ലത്. അച്ചോദ്യം എന്നോടാണ്, ഞാൻ എന്താ പറയോ, മാതൃഭൂമി വായിക്കലാണ് നല്ലത്. ക്ഷമിക്കണേ, ശ്രദ്ധിക്കാതെ എഴുന്നേറ്റ് പോരുത്, ബാക്കിയോട് കേട്ടോ എന്താ പറയണേ. ആ ചോദ്യം എന്നോടാണ്, ഞാൻ പറയും മാതൃഭൂമി പത്രം വായിക്കലാണ് ഇവിടെ നല്ലത്. എന്താ കാരണം? ഒരാള് നമ്മളോട് ചോദിക്കാണ്, കക്കൂസിൽ ഖുർആൻ ഓതലാണോ നല്ലത്, മാതൃഭൂമി പത്രം വായിക്കലാണോ നല്ലത് എന്ന് ചോദിച്ചാൽ കരിമ്പിലാക്കൽ ചിലപ്പം പറയുമായിരിക്കും. നമ്മൾ കരിമ്പിലാക്കലല്ലോ അല്ലേ, നമ്മൾ ഈമാൻ കിട്ടി മരിക്കണം എന്ന് വിചാരിക്കുന്നവരാണല്ലോ. ആ ആളുകൾ മനസ്സിലാക്കുക, നമ്മൾ പറയും ഖുർആൻ വായിക്കല് തെറ്റും, മാതൃഭൂമി വായിക്കല് കുഴപ്പമില്ല. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് ഖുർആൻ രായത്തി ചങ്ങായിക്ക് ഓതാൻ കഴിച്ചോ? അത് കഴിച്ചൂല. കാരണം മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ പാടില്ല എന്നുള്ളത് ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തില്ല, റസൂലയും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പിന്നത്തെ തെളിവ് ഓൻ്റെ തൊള്ള. അവൻ ഖിയാസാക്കണണ്ടില്ലേ? അവൻ ഖിയാസാക്കണത് കണ്ടെങ്കിൽ മുജാഹിദാളൊക്കെ മരിച്ചു കിടക്കുന്നത് കക്കൂസിക്കാന്നുള്ളതാ. ഞാൻ പറയല്ല, ഓൻ തന്നെ പറഞ്ഞെന്താണ്, മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ പാടില്ല. മരിച്ച വീട്ടിൽ പിന്നെ എത്താ പറ്റുക? അവിടെ മനോരമയും മാതൃഭൂമിയൊക്കെ വായിച്ച അല്ല, അതിനെവിടെ മൗലവി തെളിവ്? മരിച്ച വീട്ടില് മാതൃഭൂമിയും മനോരമയും വായിക്കാന്നാണ് ഈ ചങ്ങായി പറയണത്, മൗലവിയെ. അതിനോടെ മൗലവി ആയത്ത്, അതിനോടെ മൗലവി ഹദീസ്, അണ്ട് കാച്ചു തന്നെ. എന്നിട്ട് മൗലവി പറയാണ് മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ പാടില്ല. അവിടെ എന്താ പറ്റുക? മാതൃഭൂമി വായിച്ച, മനോരമയും വായിച്ച. എന്നിട്ട് മൗലവി പറയാണ് കക്കൂസില്, മൗലവി തന്നെ പറയാ, കക്കൂസില് ഖുർആൻ ഓതാൻ പാടുണ്ടോ അല്ലേ? മൗലവി അറിയാൻ പാടില്ല. അപ്പൊ മുജാഹിദുകള് മരിച്ച വീട്ടിലും പാടില്ലല്ലോ. അപ്പൊ മുജാഹിദുകളൊക്കെ മരിച്ചു കിടക്കുന്ന കക്കൂസിലാണ്. അതല്ല ഇപ്പൊ ഉദാഹരണത്തിൽ നിന്ന് കിട്ടുക. അതാണിപ്പോ ആ ഉദാഹരണത്തിൽ നിന്ന് കിട്ടുക. കാരണം മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ പാടില്ല, കക്കൂസിൽ ഓതാൻ പാടില്ല. അപ്പൊ മുജാഹിദുകളൊക്കെ മരിച്ചെടുക്കുന്നത് കക്കൂസിലാണ്. ഇതാപ്പ അതിന്റെ പച്ച മലയാളം. ഞാൻ പറയല്ല, മൗലവി പറഞ്ഞ അങ്ങനെയാണ് വരിക. എന്നിട്ട് പിന്നെ മൗലവി പറഞ്ഞ കക്കൂസില് മനോരമയും മാതൃഭൂമിയും വായിച്ച ഇത് ഏതാ മതം? അവിടെ ചെയ്യേണ്ട സംഗതികളൊക്കെ വേറെയാണ്. അവിടെ മനോരമയും മാതൃഭൂമിയും ഏറ്റല്ല പോകണ്ടേ? മനസ്സിലായോ? അപ്പൊ ഇതാണ് മുജാഹിദ് മതം. ഇങ്ങനെ ഈ പിഴച്ച വാദങ്ങളും ഈ പിഴച്ച വിശ്വാസങ്ങളും ഇട്ട് നടക്കുന്നവരാണ് മുജാഹിദുകൾ. അതിലാരും പെട്ടുപോകണ്ട. ഇപ്പൊ ഒരു മരണ വീട് എന്നൊക്കെ പറഞ്ഞാൽ സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഏത് കൊലകൊമ്പനായ ആളുകളും, എത്ര വലിയ ജാട കാട്ടി നടക്കുന്ന ആളും, എത്ര വലിയ ഫ്രീക്കനായി നടക്കുന്ന ആളും ഒരു മരണ വീട്ടിലേക്ക് എത്തിയാൽ എങ്ങനെയൊക്കെ ഒരു അവസ്ഥ? എങ്ങനെയൊക്കെ ഒരു അവസ്ഥ? അവിടെ ഒരു നല്ലൊരു ഭക്തിയിലൊക്കെ ഉള്ള ഒരു ഇതാണല്ലോ ഉണ്ടാകുക, നല്ലൊരു അന്തരീക്ഷമാണല്ലോ അവിടെ ഉണ്ടാകുക. എല്ലാവരും മൗനിയായിട്ട് വിശുദ്ധമായ ഖുർആന്റെ ആയത്തുകളൊക്കെ ഇങ്ങനെ ഓതിന് ഉസ്താദുമാര് ദുആ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ അവിടെ ഉണ്ടാകുക. അപ്പൊ അവിടെ ഈ മരണ വീട്ടിൽ പിന്നെ എന്തപ്പം മാണ്ടിയത്? അവിടെ എല്ലാവരും മനോരമയും മാതൃഭൂമിയായിട്ടാണ് വരിക. എന്നിട്ട് കുത്തിരുന്നിട്ട് ഇങ്ങനെ വായിക്കുക. ഈ കാരണം കൊണ്ട്, ഞാൻ വെറുതെ പറയല്ല, ഈ കാരണം കൊണ്ട് ഒരു മുജാഹിദ് മൗലവി, അയാള് 35 കൊല്ലം മുജാഹിദിന്റെ എന്തൊക്കെ മണ്ഡലം പ്രസിഡന്റൊക്കെ അങ്ങനെ കഴിക്കണ അയാള്, ആ മൗലവി ഈ കാരണം കൊണ്ട് ഇതിങ്ങനെ ചിന്തിച്ചു. മൗലവി ഏതോ ഒരാള് മരിച്ചു, ആ മരിച്ചയിടത്തേക്ക് ഈ മൗലവി പോയി എന്ന് മാത്രമല്ല, മൗലവി അങ്ങനെ പോയിട്ട് വിദേശത്തു നിന്നൊരു മകൻ വരാനുണ്ട്. ആ മകൻ വരുമ്പത്തിന് കുറെ ടൈം ആകുകയാണ് ഇവിടെ. അപ്പൊ മുജാഹിദിന്റെ പെരയിലാണ് മരിച്ചിരിക്കുന്നത്. അവിടെ പിന്നെ ഇസ്ലാമികമായിട്ട് ഒന്നും അവിടെ ഉണ്ടാവൂല. ഖുർആനോത്തും ദിക്റും സ്വലാത്തും ഒന്നും അവിടെ ഉണ്ടാവൂല. അതിങ്ങനെ മൂടിയിട്ട് കിടക്കും. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഒരു പശു, പജ്ജ്, നമ്മളെ മലപ്രകാര ഭാഷയിൽ തന്നെ പറയാ പജ്ജ്, പിന്നെ ചത്താല് നമ്മളെന്താ കാട്ടുക? ഒരു ഇതിട്ടാണ് മൂടി വെക്കും. ഇതന്നെ മുജാഹിദ് മരിച്ചാലും ഉണ്ടാകുക. ഈ പശു മരിച്ചയിടത്ത് അല്ലെങ്കിൽ പശു ചത്തയിടത്ത് ആരെങ്കിലും ഖുർആൻ ഓതുവോ? ഇല്ല. മുജാഹിദ് മരിച്ചെടുത്ത് ആരെങ്കിലും ഖുർആൻ ഓതുവോ? ഇല്ല, ഓതാൻ പാടില്ല. അതെന്താ? കക്കൂസിലാണ് മരിച്ചെടുക്കണത്. അതുകൊണ്ട് തന്നെ അപ്പോ
മനസ്സിലാക്കണങ്ങളെ. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു കാരണം കൊണ്ട് ആ മൗലവിനെ ചിന്തിപ്പിച്ചു. അത്ര മൗലവി തന്നെ പറയാ, ഇങ്ങനെ ഒരു മുജാഹിദ് മരിച്ചിട്ട് അങ്ങനെ മൂടിയിട്ട് നിൽക്കുക, മണിക്കൂർ കണക്കിന് ഒരു ദിവസം കഴിഞ്ഞുകൊണ്ട് മകൻ വരാൻ വേണ്ടി കത്തുന്നുണ്ട്. അപ്പം ഇങ്ങനെ മണിക്കൂർ കണക്കിന് ഇതിങ്ങനെ മൂടിയിട്ട് നിൽക്കുക, ഇതിങ്ങനെ വരിക, തുറന്നു കൊടുക്കുക, മൂടി, അവിടെ ഒരു ഒന്നുമില്ല എന്നാ പറഞ്ഞത്. അപ്പം അയാളിങ്ങനെ ചിന്തിച്ചു. അത്രേ നോക്കി, അയാൾക്ക് ഹിദായത്തിട്ടുന്ന ഒരു മാർഗമാണ് അയാളാ പറയണത്. ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ മരിച്ചു കിടക്കണത് ഒരു സുന്നിയാണെങ്കിൽ, സുന്നി വീട്ടിലാണെങ്കിൽ അവിടെ പടച്ച റബ്ബിന്റെ കലാമോതുമല്ലോ, അവിടെ കുറെ ദിക്കറുകളൊക്കെ ചൊല്ലുമല്ലോ, അവിടെ ഉസ്താദുമാര് വരുമല്ലോ, പടച്ച റബ്ബിനോട് ദുആ ചെയ്യുമല്ലോ. അപ്പൊ ഞാന് ഈ നിക്കണ ഈ മുജാഹിദ്, ഞാൻ നാളെ പിറ്റേന്ന് ഞാൻ മരിച്ചാൽ, ആ മൗലവി ഇപ്പോഴും മരിച്ചിട്ടില്ല കേട്ടോ, ആ മൗലവി ഇപ്പൊ സുന്നിയായിക്കണ്. ഞാൻ പറഞ്ഞത് എടക്കുളം അബൂബക്കർ മൗലവിനെ കുറിച്ചാണ്. അയാൾ ഈ വിഷയം പറയണ്ടേ. അയാളിങ്ങനെ ചിന്തിച്ചു അത്ര, നാളെ ഇപ്പം ഞാൻ മരിച്ചാലും എൻ്റെ അവസ്ഥ ഇപ്പം അതേക്ക് വരുമല്ലോ. അപ്പൊ അയാൾക്ക് ഹിദായത്ത് കിട്ടുന്ന മാർഗമാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയാൾ സുന്നിയായി എന്നുള്ളതാണ്. ഇപ്പോഴുണ്ട് എടക്കുളം അബൂബക്കർ മൗലവി, മുജാഹിദുകളുടെ വലിയ നേതാവൊക്കെ ആയിരുന്നു. അയാള് മുജാഹിദ് മതം വിട്ട് സുന്നിയിലേക്ക് പോന്നു. ഇപ്പൊ പടച്ചറബ് ഹിദായത്ത് കൊടുക്കണ ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ കാരണം വെച്ചിട്ടേക്കാരും. ഇയാൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയാള് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഭാഗത്തേക്ക് വന്ന് മുജാഹിദിന്റെ വലിയ കാര്യപ്പെട്ട മൗലവിയനോ എടക്കുളം അബൂബക്കർ മൗലവി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മരണ വീട്ടിൽ പോലും ഇസ്ലാമികമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാവൂല മുജാഹിദിന്റെ അടുത്ത്. അപ്പൊ സുന്നി മരിച്ചാൽ അവിടെ ഖുർആൻ ഓതും, ഖുർആൻ ഓതുന്നിടത്ത് അല്ലാഹു തആലാന്റെ റഹ്മത്ത് ഉണ്ടാവും അല്ലേ. അല്ലാഹു തആലാന്റെ കലാമാണല്ലോ ഓതുന്നത്. അപ്പൊ ആ മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച മതം ഏതാ? മുജാഹിദ് മതം. ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? ഇദാ ഹദ്റത്തുൽ മരീദ അവിൽ മയ്യിത ഫഖൂലു ഖൈറ. നിങ്ങൾ ഒരു രോഗിന്റെ അടുത്ത് ഹാജരായാലും ഒരു മയ്യത്തിന്റെ അടുത്ത് ഹാജരായാലും ഫഖൂലു ഖൈറ, നിങ്ങൾ ഖൈറായത് പറയണേ. ഏതാണ് ഖൈറായത്? ഏറ്റവും നല്ല ഖൈറായ വചനം ഏതാ? അത് അല്ലാഹു തആലാന്റെ കലാമല്ലേ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്. ഏറ്റവും സംസാരത്തിൽ വെച്ച് ഏറ്റവും നല്ലത് അല്ലാഹു തആലാന്റെ കലാമാണ്. ആ കലാമാവുന്ന ഖുർആൻ മരിച്ച വീട്ടിൽ ഓതാൻ പറ്റൂല. പകരം എന്ത് വേണം? പകരം മാതൃഭൂമി വായിച്ചോളി, മനോരമ വായിച്ചോളി, മൗലവിന്റെ ഫത്വേ. നമ്മൾ മുജാഹിദാകണോ? സുഹൃത്തുക്കളെ ചിന്തിച്ചോളി, ഗൗരവമാണ് വിഷയം. ഇനി ആ മരിച്ച വീട്ടിൽ ഖുർആനൊക്കെ ഓതിയാണ്ട് മയ്യത്തൊക്കെ കുളിപ്പിച്ചാണ്ട് ആ മയ്യത്തിനെ പുറത്തേക്ക് എടുത്തു വെക്കുകയാണ്. അപ്പൊ ഉസ്താദ്മാരൊക്കെ വരികയാണ്, സയ്യിദന്മാര് വരികയാണ്. അൽ ഫാത്തിഹ, ഫാത്തിഹ സൂറത്ത് ഓതുക. മുജാഹിദ് പാടില്ല. ഫാത്തിഹ സൂറത്ത് ഇബ്ലീസിന് പറ്റൂല. ഫാത്തിഹ സൂറത്ത് ഇബ്ലീസിന് പറ്റൂല. അതുകൊണ്ട് തന്നെ മുജാഹിദും പറഞ്ഞു പാടില്ല. ഇബ്ലീസും പിന്നെ പോലും ചങ്ങായിമാരാണല്ലോ. അപ്പൊ ഇബ്ലീസ് പറയുന്നത് എന്താണ്? ഇബ്ലീസിന് ഫാത്തിഹ സൂറത്ത് പറ്റൂല. ഫാത്തിഹ സൂറത്ത് അറിഞ്ഞപ്പോൾ ഇബ്ലീസ് കരഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ആ ഫാത്തിഹ എന്തായാലും മുജാഹിദിനും പറ്റൂലല്ലോ. ഇബ്ലീസിനെ തൃപ്തിപ്പെടുത്തലാണല്ലോ ഇപ്പൊ മുജാഹിദ് മതം. ആകെ തുകപ്പ് അതാണ്. അപ്പൊ ഈ ഫാത്തിഹ ഓതിയിട്ട് അപ്പൊ കാണാം ഇബ്ലീസ് ആളിങ്ങനെ പോകും ചെയ്യുന്നത്. കുറ്റമ്പാർ ഉസ്താദൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾക്ക് അനുഭവമാണ്. ഞാൻ പല സുഹൃത്തുക്കൾക്കും എൻ്റെ കൂടെ മരണ വീട്ടിലേക്കൊക്കെ പോകുന്ന സുഹൃത്തുക്കൾക്കും ഞാൻ അപ്പോൾ പറയും, കേട്ടോ ഫാത്തിഹ സൂറത്ത് വിളിച്ചാൽ കുറച്ച് ആൾക്കാർ, നമുക്ക് പിന്നെ ഈ താടിക്കാരെ കണ്ടറിയാം, നമുക്ക് ഓലെ കണ്ടാൽ നമുക്കറിയാം, മുജാഹിദിനെ കണ്ടാൽ വേറെ അറിയാം. അപ്പോൾ നമ്മൾ ഒരു 8 അടി വിട്ടുവെക്കലാണ്. ഈ ഇറ്റങ്ങൾ നമ്മളെ മേത്തക്കായാലും പേടിയാണ്. കാരണം ഈ കൊറോണ വൈറസ് അതിനെക്കാട്ടിലും ഡേഞ്ചറാണ്. കൊറോണ വൈറസ് വന്നാണ്ട് മരിച്ചാൽ ഈമാൻ നഷ്ടപ്പെടില്ല. പക്ഷെ മുജാഹിദ് മേത്തക്ക് കഴിയാണ്ട് ആ വൈറസ് ഉള്ളിൽ കുടുങ്ങിയ ഈമാൻ നഷ്ടപ്പെട്ടു, നരകത്തേക്ക് ചാടാം, ഉറപ്പാ. മുജാഹിദ് നരകത്തേക്ക അതിൽ തർക്കമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോ എന്താ നരകം സ്വർഗം ചില ആൾക്കാർ ഇപ്പൊ ഇനി അങ്ങനെ ഒന്നായിട്ട് കമന്റ് ഇടും, ഇജിപ്പോ നരകത്തേക്കാക്ക എൻ്റെ അടുത്ത് എന്താ തെളിവ്? എൻ്റെ അടുത്ത് മുത്തനബി പറഞ്ഞ തെളിവ്. മുത്തനബി പറഞ്ഞ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കണ്ടല്ലോ. സതഫ്തരിക്കു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തി 73 വിഭാഗമാകും, കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തേക്കാണ്, എല്ലാ മില്ലത്തും വാഹിദ, ഒരു വിഭാഗം ഒഴിച്ചിട്ട്. ആ ഒരു വിഭാഗം സുന്നിയാളാണ്. അവിടെ APEK സംസ്ഥാനം എന്നുള്ളതല്ല. APക്കാരും EKക്കാരും സംസ്ഥാനക്കാരൊക്കെ സുന്നികളാണ്, സുന്നി വിശ്വാസമാണ്. അതൊന്നും
ഒരു പഴവില്ല കേട്ടോ. അതൊക്കെ സംഘടനാപരമായിട്ടുള്ള മാറ്റാണ്, വിശ്വാസത്തിലൊക്കെ ഒറ്റക്കെട്ടാണ് സുന്നികൾ. മുജാഹിദാൾ അങ്ങനെയല്ല കേട്ടോ. മുജാഹിദ് 8, 10, 12 ഗ്രൂപ്പായിട്ട് പൊട്ടിപ്പൊളിഞ്ഞിട്ട് പരസ്പരം ഇജ് കാഫർ, ഇങ്ങനെ കാഫർ, KNM കാഫർ, വിഷ്ണു കാഫർ, ജിന്നൂരികൾ കാഫർ, ജിന്നൂരികളെ മലക്കൂരികളെ എന്നൊക്കെ പറഞ്ഞാണ്ട് കാഫർ മുശ്രിക്ക്, ഇതാണ് പോലെ തമ്മിലുള്ള ഇത്. ഞാൻ വെറുതെ പറയല്ല, അതിൻ്റെയൊക്കെ ക്ലിപ്പുകളുണ്ട്. എത്രത്തോളം ഒരു മൗലവി പറയുന്നത്, എടത്തനാട്ടുകര ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് മൗലവി ഇങ്ങനെ നടന്നു പോയാണ്ട് ഈ ജിന്നൂരി മൗലവി KNMന്റെ ആളോട് സലാം പറഞ്ഞു അത്രേ, അസ്സലാമു അലൈക്കും. അതിൽ ഈ ജിന്നൂരി മൗലവിനോട് KNMന്റെ ആള് മൂത്തക്ക് ഇങ്ങനെ നോക്കിയാൽ പോടാ അവിടുന്ന് പറഞ്ഞിട്ട്, ഞാൻ പറയല്ല മൗലവി തന്നെ പറയാ, എൻ്റെ ഒരു സലാം പോടാടുന്നു, ഇതൊക്കെ കാഫറും മുശ്രിക്കുവാണ്, ഇജും സക്കരിയ സ്വലായൊക്കെ കാഫറും മുശ്രിക്കുവാണ്, ഇത് മൗലവി തന്നെ പറയാം. അപ്പൊ മുജാഹിദ് ആൾ ഇപ്പൊ അഭിസംബോധന ചെയ്യുന്നത് അങ്ങനെയാണ്, ഒരു കാഫറും മുശ്രിക്കുവാണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ മരണ വീട്ടില് ഖുർആൻ ഓതിയിട്ട് അവിടുന്ന് ഞാൻ മയ്യത്ത് അവസാനം പോവുകയാണ്. വീട്ടിൽ നിന്ന് വലിയ പ്രയാസത്തിലും സങ്കടത്തിലും ഒക്കെ നിൽക്കുന്ന സമയത്ത് അള്ളാഹു താലാനോട് ദുആ ചെയ്യാൻ, അള്ളാഹു മഗ്ഫിർ ലഹു, അള്ളാഹുവേ ഇയാൾക്ക് പുറത്തു കൊടുക്കണേ, അതും പാടില്ല. മരിച്ച വീട്ടില് ദുആ, ഇതിപ്പോ ആരോടെ ദുആ ചെയ്യുന്നത്? അള്ളാഹു താലാനോട്. സുന്നികൾ എന്ത് അള്ളാഹു താലാനോട് ചോദിച്ചാലും ഒക്കെ പാടില്ല എന്നാ പറയാ. എന്നാൽ പറയലെന്താണ്? പ്രാർത്ഥന അള്ളാഹു താലാനോട് മാത്രം, ദുആ അള്ളാഹു താലാനോട് മാത്രം. ഈ മാത്രമുള്ള ദുആ നമ്മൾ അള്ളാഹുവേ അള്ളാഹുവേ എന്ന് പറയാണ്ട്, അത് നമ്മൾ മയ്യത്ത് മുമ്പിൽ വെച്ചിട്ട് ദുആയിരുന്നാലും, നിസ്കാരത്തിന്റെ ശേഷം ദുആയിരുന്നാലും, ഇനി ഒരു കല്യാണ വീട്ടിൽ ദുആയിരുന്നാലും, നിക്കാഹ് നടക്കുന്ന വീട്ടിൽ ദുആയിരുന്നാലും, എല്ലായിടത്തും ദുആർക്കുമ്പോൾ അള്ളാഹു താലാനോട് തന്നെയാണ്. ഇതൊന്നും പാടില്ല. അപ്പൊ അള്ളാഹു താലാനോട് ദുആ ചെയ്യുന്നതും മുടക്കികളാണ് ഈ മുജാഹിദ്. ദിക്റില്ല, സ്വലാത്തില്ല, ഒന്നുമില്ല, ഒരു ഇതുമില്ല. ആത്മീയപരമായിട്ട് ഒരു പുരോഗതി അവിടെ ഉണ്ടാവൂല. അത് കണ്ടാൽ തന്നെ അറിയാം. മുജാഹിദ് മൗലവിമാരെ മുഖത്തേക്കാണ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ? ഓരോ മുഖത്തേക്കന്നെ നോക്കി ഒരു വെളിച്ചം തെളിച്ചം ഒന്നും ഉണ്ടാവൂലല്ലോ. ഇപ്പോ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടത്തിൽ പറയാം. മഹാനരായ നെല്ലിക്കുത്ത് ഉസ്താദ് വഫാത്തായത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ആ വഫാത്തായി ഇങ്ങനെ കിടക്കുന്നത് പുഞ്ചിരിച്ചുകൊണ്ടാണ് നെല്ലിക്കുത്ത് ഉസ്താദ് കിടക്കുന്നത്. ഈ നെല്ലിക്കുത്ത് ഉസ്താദ് ആരാന്നൊക്കെ അറിയോ? അവിടെ നെല്ലിക്കുത്ത് ഉസ്താദിനെ കാണാമെന്ന 10,000-കണക്കിന് ആളുകൾ ഇത് സാക്ഷിയാണ്. എല്ലാവരും ഇപ്പൊ ഞാൻ കണ്ടത്, എനിക്കിങ്ങനെ തോന്നി, വേറെ ആളുകൾ ഒപ്പമുള്ള ആളുകൾ എല്ലാവരും പറഞ്ഞു, നോക്കാച്ച് പുഞ്ചിരിച്ച് കിടക്കുന്ന പുഞ്ചിരിച്ച്, എല്ലാവർക്കും പറയാനുള്ളത് അതാണ്. നെല്ലിക്കുത്ത് ഉസ്താദ് പുഞ്ചിരിച്ചിങ്ങനെ കിടക്കുക. അപ്പൊ ഞാൻ ചിന്തിച്ചു, അഹ്ലുസുന്നത്തി വൽ ജമാഅ അത് മാത്രമാണ് ശരി, അല്ലാത്തൊക്കെ പിഴവാണ്. കാരണം നെല്ലിക്കുത്ത് ഉസ്താദ് ആരാ? ഈ മുജാഹിദുകളായിട്ട് ഗണനം നടത്തിയ ആളാ, സംവാദം നടത്തിയ ആളാണ്. മാല, മൗലീദ്, ഹദ്ദാദ്, റാത്തീബ്, കുത്തിബിയത്ത് എല്ലാം നടത്തിയ ആള്, നബിദിനാഘോഷം കഴിച്ച ആള്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസാധാരണ മനുഷ്യനാണെന്നു വിശ്വസിച്ച ആളാണ് നെല്ലിക്കുത്ത് ഉസ്താദ്. അള്ളാഹു താലാക്ക് കജ്ജില്ല, കാലില്ല, ഇതൊക്കെ മുജാഹിദിന്റെ വിശ്വാസമാണ്. അതാ ഞാൻ പറഞ്ഞ, അതിന് ഓപ്പോസിറ്റ് വിശ്വസിച്ച ആളാണ് നെല്ലിക്കുത്ത് ഉസ്താദ്. അള്ളാഹു താലാക്ക് കജ്ജില്ല, കാലില്ല, അള്ളാഹു താലാക്ക് അതിന്റെ ആവശ്യമല്ല എന്നൊക്കെ വിശ്വസിച്ച നെല്ലിക്കുത്ത് ഉസ്താദ് മരണപ്പെട്ട് കിടക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ നേർക്കുന്നേരെ കണ്ടതാണ്. പുഞ്ചിരിച്ചിങ്ങനെ കിടക്കുക. ഞാനിങ്ങനെ കയറി ചെല്ലുമ്പോൾ എന്നോട് ചിരിക്കണമാർക്ക് എനിക്ക് തോന്നിപ്പോയി. ഇങ്ങനെ കണ്ട ആളുകളൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കണം, സുന്നത്ത് ജമാഅത്താണ് ശരി. നമ്മുടെ പൂർവികരായ സമസ്തയുടെ ഉലമാക്കളൊക്കെ വഫാത്തായത് നമ്മൾ കേട്ടിട്ടില്ലേ? പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് വഫാത്തായത് നമ്മളൊക്കെ കേട്ടതാണല്ലോ. അപ്പോ സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് ശരി, ഈ കക്ഷികൾ പിഴവാണ്. അതിലൂടെ പോയ നരകത്തേക്ക്, മുത്തനബി പറഞ്ഞല്ലോ 72 നരകത്തേക്കാണ്, ആ നരകത്തേക്കാണ് ചാട. ഇനി ഈ മരണ വീട്ടിൽ ഇങ്ങനെ ഖുർആൻ ഓതുമ്പോ, അതുപോലെ ദുആ ചെയ്യുമ്പോ, ഇതൊക്കെ മുടക്കികള്, ഇതെല്ലാം മുടക്കി. ഇതൊന്നും പിന്നെ എന്താ പാടില്ല. മുജാഹിദ് മരിച്ചാ മൂടിയിടുക, പജ്ജ് ചത്താല് പജ്ജിനെ മൂടിയിട്ടമാർക്ക് മുജാഹിദിനെ മൂടിയിടുക. ഇനി കൊണ്ടുപോകുമ്പോ സുന്നികൾ ദിക്റ് ചൊല്ലും, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ എല്ലാവരും ആ ദിക്ർ ഇങ്ങനെ ഓർത്തിട്ട് ഇങ്ങനെ പോവുകയാണ്. മുജാഹിദ് നോക്കി ദത്ത ഈ കൊണ്ടുവരുന്നത് വല്ല നാക്കാലിയാളാണോ മനുഷ്യന്മാരാന്ന് ആർക്ക് തിരിയണേ? ഇതിങ്ങനെ ഏറ്റിക്കൊണ്ടുപോകുക എന്നല്ലാതെ ഈ കൊണ്ടുവരുന്നത് ദത്താണ്, നാക്കാലിയാണോ, വല്ല പെരിച്ചായിയാണോ, അതോ മനുഷ്യനാണോ? ആർക്ക് തിരിയണ്? ഇങ്ങനെ മുണ്ടാതെ കൊണ്ടുപോകുക. അങ്ങനെ കൊണ്ടുപോയിട്ട് ഇത് പറയുമ്പോൾ എൻ്റെ അയൽവാസിൻ്റെ ആ അയൽവാസിൻ്റെ കുടുംബത്തിൽ ഒരു മരിച്ചോടത്തേക്ക് പോയപ്പോൾ മരണപ്പെട്ട കുടുംബം മുജാഹിദാണ്. അപ്പോൾ ഓനോട് ചോദിച്ചു, അല്ല സർപ്പേ ദത്ത അവിടെ ഉണ്ടായിരുന്നത് ചോദിച്ചു. അമ്മാരാണല്ലോ, അമ്മാരൊക്കെ പഴയ സുന്നിയിൽ സ്പിരിറ്റുള്ളമാരും ദത്ത ഇപ്പോൾ ഓല് മുജാഹിദ എന്നൊക്കെ പറഞ്ഞു, ദത്ത സർപ്പ് അവിടെ ഉണ്ടായിരുന്നു.
എന്തത്താ അവിടെ ഉള്ളത്? ചേമ്പും വിത്ത് പാകും പോലെയാണ് പാകീന്ന് പറഞ്ഞു. ഒന്നുമില്ല. ഇതന്നെ അവസ്ഥ. ചേമ്പിന്റെ വിത്ത് മണ്ണിലാണ് പാകും പോലെയാണ് പാകി. ഒരു ദിക്കറില്ല, സ്വലാത്തില്ല, ഖുർആനില്ല, ഒന്നുമില്ല. ഇതാ മുജാഹിദ്. അതിക്ക് നമ്മളാകണോ? ആകണ്ട. ഞമ്മക്ക് എന്ത് വേണം? ഖുർആൻ വേണം. ഞമ്മക്ക് എന്ത് വേണം? ദിക്കറും വേണം. ഞമ്മക്ക് എന്ത് വേണം? സ്വലാത്ത് വേണം. ഞമ്മക്ക് എന്താണ്? നമ്മളെ മേലിൽ ദ്വാരക്കാൻ പറ്റിയ ആളുകൾ വേണം. ഇതൊക്കെ അല്ലേ നമുക്ക് വേണ്ടത്? ഇതൊക്കെ പടച്ചോൻ പാത്തക്കല്ലേ? അതൊക്കെ അവർക്ക് ഇങ്ങനൊക്കെ ചെയ്താലാണല്ലോ ഇപ്പൊ നമുക്ക് കിട്ടുക. കിട്ടണം എന്നുണ്ടെങ്കിൽ ശൂന്യാകണം. ഇതൊന്നും ഇല്ലാത്തൊരു വിഭാഗം, പിന്നെ എന്താണ്, ഒരു നല്ല കാര്യമല്ലാത്ത ഒരു വിഭാഗം.